ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമുക്ക് കിഴങ്ങും പരിപ്പും ഒന്നും ഇല്ലാണ്ട് ഒരു സാമ്പാർ ഉണ്ടാക്കാവേ. ഇപ്പോൾ എല്ലാവർക്കും വിഷുവൊക്കെ അല്ലേ വരുന്നത്, എല്ലാവർക്കും സാമ്പാർ കഴിക്കണമെന്നൊക്കെ ആഗ്രഹം കാണാം. അപ്പോൾ കിഴങ്ങും പരിപ്പും ഒക്കെ കഴിക്കാൻ മേലാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടെ വേണ്ടിയിട്ടാട്ടോ ഞാനിപ്പോൾ ഇതിന്ന് കാണിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടേക്കാമെന്ന് പറഞ്ഞിട്ട് ഇടാൻ പറ്റിയില്ല കേട്ടോ. അന്ന് ഇച്ചിരി തിരക്കൊക്കെ ആയിപ്പോയേ, അതുകൊണ്ട് ഇപ്പോൾ ഇന്നാട്ടോ ഇടാൻ പറ്റിയത്. ഇതുപോലെ തന്നെ വട്ടത്തി അരിഞ്ഞിരിക്കണം. മെയിനായിട്ട് ഇതിനകത്ത് സവാളയും വെണ്ടയ്ക്കായും മാത്രം മതി കേട്ടോ. ഇവിടെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് വെളുത്തുള്ളി ഇട്ടത്. ഞാൻ സാമ്പാറിൽ വെളുത്തുള്ളി ഇടുന്ന അതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇച്ചിരി വെള്ളം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേകാനുള്ള വെള്ളം മതിയേ. മഞ്ഞൾപ്പൊടി, നമ്മൾ ഏത് സാമ്പാർ പൊടിയാണോ ഉപയോഗിക്കുന്നത് അതേ സാമ്പാർ പൊടി ഇച്ചിരി ഇടാവളെ ഇട്ട്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, സാമ്പാർ പൊടി ഇത്രയും സാധനം ഇട്ട് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. നമുക്കിത് ഇന്ന് ഉണ്ടാക്കുന്ന കറി ഇവിടെ നാളെ കഴിക്കുകയല്ലേ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവരവരെടുക്കുന്ന ചേരുവ അനുസരിച്ച് എല്ലാ കൂട്ടം കൂടുതൽ എടുത്തോണം പൊടികളൊക്കെ. പിന്നെ ഇതിന് വാളംപുളി തന്നെ എടുക്കണം കേട്ടോ. നമ്മൾ പുളിയോ മറ്റേ ഇലിമ്പിക്കായോ അതൊന്നും ഇട്ടാൽ ശരിയാകത്തില്ല, തക്കാളിയൊന്നും ഇട്ടാൽ ശരിയാകത്തില്ല. വാളംപുളി തന്നെ ഇട്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റായിട്ട് കിട്ടത്തുള്ളേ. പിന്നെ കടുക് പൊട്ടിക്കാൻ ചുവന്നുള്ളിയും വറ്റൽമുളകും വേണം കേട്ടോ. നേരത്തെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്ക അധികം മൂത്ത് പോകാത്ത വെണ്ടയ്ക്ക എടുക്കണേ. മൂത്ത വെണ്ടയ്ക്ക ഇടുന്നുണ്ടെങ്കിൽ 1-2 എണ്ണം മൂക്കാത്തതും കൂടി ഇട്ടേക്കണം, എന്തെങ്കിലും കൊഴുപ്പ് വരുള്ളൂ ചാറിനെ. അതിനാന്ന് പറഞ്ഞാൽ നമ്മൾ കിഴങ്ങും പരിപ്പും ഒന്നും ഇടുന്നില്ലല്ലോ. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് വെള്ളം വറ്റി കഴിയുമ്പോൾ നമ്മുടെ പുളി പിഴിഞ്ഞൊഴിക്കുന്ന ആ കൂടെ തന്നെ നമ്മൾ മുരിങ്ങയില ഇടുന്നുണ്ടെങ്കിൽ അതും കൂടെ കൂടി ഒന്ന് പിച്ചി പറിച്ചിട്ട് നല്ലപോലെ എന്ത് തിളപ്പിച്ചെടുത്ത് വെച്ചാൽ മതിയേ. ഇനി നമ്മൾ കടുക് പൊട്ടിച്ച് ചേർക്കണം കേട്ടോ. ഇപ്പോൾ തന്നെ അതിന് ഏകദേശം നല്ല കൊഴുപ്പൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ചുവന്നുള്ളിയൊക്കെ ഇട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പക്ഷേ ആ സാമ്പാറിൻ്റെ അതേ ടേസ്റ്റും സ്മെല്ലും എല്ലാം കിട്ടുന്നത് ഈ സവാളയും വെണ്ടയ്ക്കയും മാത്രം ഇട്ടുണ്ടാക്കുമ്പോഴാണ് കേട്ടോ. ഞാനിത് പല രീതിയിൽ ഉണ്ടാക്കി നോക്കുന്നതാണ്. പിന്നെ കടുക് പൊട്ടിക്കുമ്പോൾ കടുകൊക്കെ പൊട്ടി കഴിയുമ്പോൾ ഇച്ചിരി ഉലുവായും കൂടെ പൊട്ടിച്ചേക്കണേ. പിന്നെ 1-2 ചുവന്നുള്ളിയും ഒരു വറ്റൽമുളകും കൂടെ ഇട്ട് കടുക് പൊട്ടിച്ച് നല്ലപോലെ മൂത്ത് വന്നു കഴിയുമ്പം ഏത് സാമ്പാർ പൊടിയാണോ എടുക്കുന്നത് അതേ സാമ്പാർ പൊടിയും ആവശ്യത്തിന് ഇട്ട് എരിവനുസരിച്ച്, പിന്നെ ഇച്ചിരി മല്ലിപ്പൊടിയും കായവും ഇട്ട് നല്ലപോലെ ഒന്ന് റെഡിയായി വന്നു കഴിയുമ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, നമുക്ക് എന്തെങ്കിലും വെള്ളമാണ് ആവശ്യം അത്രയും വെള്ളം ഒഴിച്ച് പോരാത്ത ഉപ്പും ചേർത്ത് ഒന്ന് തിളപ്പിച്ചൊഴിച്ചാൽ നമ്മുടെ സാമ്പാർ റെഡിയായി. ഇത്രയും നേരത്തെ പണിയുള്ളേ. ഇത് ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അത് പെട്ടെന്നായി കിട്ടുന്ന, ഇപ്പം നമുക്ക് നേരമില്ലെങ്കിലോ ഒക്കെ പെട്ടെന്നൊരു ചാറുകറി വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നാക്കി എടുക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. പിന്നെ ഇത് നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ തീയൊക്കെ അങ്ങോട്ട് ഓഫാക്കി കഴിഞ്ഞിട്ട് ഇച്ചിരി പച്ചക്കറിയാപ്പില ഇങ്ങനെ പിച്ചി പറിച്ചിട്ടിട്ട് അങ്ങോട്ട് അടച്ച് വെച്ചേക്കണേ. അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അത് എങ്ങനെ സാമ്പാർ ഉണ്ടാക്കുമ്പോഴേ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇത് ഇച്ചിരി ഇരുന്നൊന്ന് കുറുകും കേട്ടോ. ഇപ്പം നമ്മുടെ സാമ്പാർ ഇത്രയും സൂപ്പറായിട്ടാണ് കിട്ടിയേക്കുന്നത്. ഇച്ചിരി കഴിയുമ്പോഴത്തേനും അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി റെഡിയായിട്ട് വരുവേ. ഓക്കെ, ബൈ.